ഹലോ ഗൈസ്, ഒരു ഫാമിലി ഫംഗ്ഷൻ വീഡിയോ ആയാലോ? ദി റേസിൽ ഒരു ബാസ്ക്കറ്റിൽ വൈറ്റ് ഡ്രസ്സും ക്യാൻഡിലും അതുപോലെ തന്നെ ക്രൗണൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തിനാണെന്നറിയാവോ? ഇന്ന് ഞങ്ങളുടെ കിയാരയുടെ ബാപ്റ്റിസമാണ്. സിയ ചേച്ചി രഞ്ജിത്തേട്ടനുമാണ് ഗോഡ് ഫാദറും ഗോഡ് മദറും, അതായത് ഞങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടപ്പയും. അപ്പോൾ സിയ ചേച്ചിയും രഞ്ജിത്തേട്ടനും വന്നാൽ മാത്രമേ ഞങ്ങളുടെ കിയാരയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, അവരാണ് ഈ ഡ്രസ്സെല്ലാം കൊണ്ടുവരേണ്ടത്. ഇന്ന് നമുക്ക് മെയിൻലി ഫംഗ്ഷൻ്റെ 3 അട്രാക്ഷനാണ്: സിയ ചേച്ചി, രഞ്ജിത്തേട്ടൻ, അതേപോലെ തന്നെ കിയാര. കാരണം ഇന്ന് ഇവരുടെ ഫംഗ്ഷനാണ്. പിന്നെ ഒട്ടും ടൈം കളയാണ്ട് ഞങ്ങൾ കിയാരനെ അങ്ങോട്ട് റെഡിയാക്കാൻ തുടങ്ങി. സി എ ചേച്ചിയായിരുന്നു റെഡിയാക്കേണ്ടത്. സി എ ചേച്ചി തന്നെ റെഡിയാക്കി. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഈ തീമാണ്. പർപ്പിൾ വൈറ്റ് തീമിലായിരുന്നു കിയാരക്കുള്ള ഡ്രസ്സ് അറേഞ്ച് ചെയ്തിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ തീം എങ്ങനെയാണോ ഉദ്ദേശിച്ചിരുന്നത് അതുപോലെ തന്നെ സി എ ചേച്ചി എല്ലാം സെറ്റാക്കി. പിന്നെ ബാസ്ക്കറ്റ്, സി എ ചേച്ചിയായിരുന്നു ബാസ്ക്കറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഫ്ലവേഴ്സ് വെച്ച് നന്നായിട്ട് ബാസ്ക്കറ്റ് ഡെക്കോർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വേഗം നേരത്തെ പള്ളിയിലെത്തണം. 11 o'clock മാമോദീസ. അപ്പോൾ മാമോദീസക്ക് കറക്റ്റ് ടൈമിൽ പള്ളിയിലെത്താനായിട്ട് ഞങ്ങളെല്ലാവരും സ്പീഡപ്പ് ആക്കി. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ വെച്ചായിരുന്നു കത്രക്കടവ്. അവിടെ വെച്ച് മാമോദീസ എടുത്തണം. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ വേറൊരു കുട്ടിയുടെ കൂടെ മാമോദീസ എടുത്തു. ആ കുട്ടിയുടെ പേര് മരിയ എന്നായിരുന്നു അന്ന് ആ കുട്ടിക്ക് പേര് കിട്ടുന്നത്. നമ്മളുടെ കുട്ടിയുടെ പേര് കിയാര ട്രീസ കിരൺ. അപ്പോൾ കുട്ടിയുടെ മാമോദീസ ഉണ്ടേ. കിയാര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങളുടെ കിയാര ക്രിസ്ത്യാനിറ്റിയിലേക്ക് എൻട്രി ആയിട്ടുണ്ടേ. അപ്പോൾ മാമോദീസ ചടങ്ങുകളെല്ലാം പള്ളിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലേക്ക് ആഡ് ചെയ്യാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഹോളിൽ എന്താ നടന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.